ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 21 അധ്യായം 5 വാക്യമാണ്. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്തെ ആസ്പദീകരിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ നാം വരുത്തേണ്ട ചില മാറ്റങ്ങളും പുതുക്കങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകണം, പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്നെല്ലാവരും, എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവം വരുത്തുന്ന ചില നവീകരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം വരുത്തുന്ന മാറ്റങ്ങളെ, ദൈവം വരുത്തുന്ന ചില പുതിയ കാര്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയപ്പെട്ട ചില ഭാഗങ്ങളെ നാം ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് സങ്കീർത്തനം 104:30 വായിക്കുമ്പോൾ, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എന്ന്. ദൈവം ഭൂമിയുടെ മുഖത്തെ പലവട്ടം പുതുക്കിയിട്ടുണ്ട്. ദൂതന്മാരുടെ നിവാസമായിരുന്ന ആദിമഭൂമി വളരെ മനോഹരമായിരുന്നു. എന്നാൽ ലൂസിഫറിൻ്റെയും സംഘത്തിൻ്റെയും വീഴ്ചയെ തുടർന്ന് ആ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഇരുട്ടുകൊണ്ടും വെള്ളം കൊണ്ടും മൂടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 2 വരെയും, യെശയ്യാപ്രവചനം 45:18, യിരെമ്യാവ് 4:23 ഈ ഭാഗങ്ങളൊക്കെ ഈ പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പാഴായിപ്പോയ ആ ഭൂമിയെ തേജോമയനായ ദൈവം നവീകരിച്ചു. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പാഴും ശൂന്യമായി പോയ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 104:67 ദൈവം നവീകരിക്കുന്ന ദൈവമാണെന്ന് വ്യക്തമാക്കുകയാണ്. പത്രോസ് 3:5 മുതൽ 9 വരെയുള്ള ഭാഗം, ആ നവീകരിക്കപ്പെട്ടതായ ഭൂമിയിൽ ദൈവം പുനർസൃഷ്ടി നടത്തി. അതിനാലാണ് ആദം ഹൗവമാർ അവിടെ വസിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ആ ഭൂമിയിൽ വഷളത്വം പെരുകിയപ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ശുദ്ധീകരിച്ചു. നാം ഈ വസിക്കുന്ന ഭൂമിയും ഇന്ന് മലീനസമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ താമസിക്കാതെ ദൈവം ഈ ഭൂമിയെ അഗ്നിയാൽ ശുദ്ധീകരിക്കും. എന്നാൽ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുകയാണെന്ന് ദൈവജനം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഭൂമിയുടെ മുഖത്തെ ദൈവം പുതുക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയെ ദൈവം പുതുക്കി പണിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പാപിയായ മനുഷ്യൻ്റെ ഹൃദയം അഥവാ അവൻ്റെ മനസ്സ് വഷളത്വം കൊണ്ട് നിറഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം 6:5, യിരെമ്യാപ്രവചനം 17:9, സങ്കീർത്തനങ്ങൾ 51:10 ഈ വാക്യങ്ങളൊക്കെ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വഷളത്വവും അനീതിയുമൊക്കെ നിറഞ്ഞ മനസ്സാണ് പാപിയായ മനുഷ്യനുള്ളത്. അവനൊരു നവീകരണവും ശുദ്ധീകരണവും അത്യാവശ്യമാണ്. ആയതിനാൽ ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. സദൃശവാക്യം 33:20, വെളിപ്പാട് 3:20. നാം പാപങ്ങളെ പശ്ചാത്താപത്തോടെ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം സകല പാപം പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. എബ്രായലേഖനം 9:14, 1 യോഹന്നാൻ 1:9 ഇങ്ങനെയുള്ള പുതിയ സൃഷ്ടിയായി മാറുക, അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഒരുവൻ യേശുവിനെ കൈക്കൊണ്ട് വചനം വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുകയാണ്.
അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു സൃഷ്ടിയായി മാറുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഈ ലോകത്തോട് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നാൽ ക്രിസ്തുവിലുള്ള നന്മയെ ത്യജിച്ച് പോകുന്നവരെ പിന്നെയും മാനസാന്തരം പുതുക്കുവാൻ കഴിയുന്നതല്ല. ക്രിസ്തുവിനെ ത്യജിച്ച് കളയുന്നവരുണ്ട്, ക്രിസ്തുവിനെ വിട്ട് പിന്മാറിപ്പോകുന്നവരുണ്ട്, ഈ ആത്മീയ അനുഭവങ്ങളെ പിന്നിലെറിഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ദൈവം നൽകിയ രക്ഷ, നൽകിയ വീണ്ടെടുപ്പ് നാം നിലനിർത്തുക. കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ച് അനുദിന ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തോടുകൂടെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് ഞാനെന്ന ബോധ്യത്തോടുകൂടെ അന്ത്യത്തോളം നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1, ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്ന ദൈവമാണ്. 2, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. 3, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചവൻ തുടർന്ന് അതിൻ്റെ പരസ്യസാക്ഷ്യമായി സ്നാനം സ്വീകരിക്കണം. മുഴുകൽ സ്നാനം. യേശുവിനോട് ചേരുവാനാണ് സ്നാനം. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയാണത്. ഗലാത്യ ലേഖനം 3:27, 1 പത്രോസ് 3:1. നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനയും സ്നാനമേൽക്കുകയും ചെയ്യുവാൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടുമെന്ന് മർക്കോസ് 16:5, മത്തായി സുവിശേഷം 28:18 മുതൽ 20, അപ്പോസ്തല പ്രവൃത്തി 10:47, 48 വാക്യങ്ങളൊക്കെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ബൈബിളിൻ്റെ പ്രമാണമനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകട്ടെ, ഒരു പുതുമയുണ്ടാകട്ടെ. ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അത് പാപത്താൽ മലിനപ്പെട്ടപ്പോൾ അതിനെ പുതുക്കിയ ദൈവം. മനുഷ്യൻ ആദം ഹൗവ പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ പാപത്താൽ മലിനീകരിക്കപ്പെട്ടപ്പോൾ അവരെ നവീകരിക്കുവാൻ രക്ഷകനായ യേശു കാൽവറിയിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന പാപത്തിൻ്റെ വില കാൽവറിയിൽ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി വിശ്വാസത്തിലൂടെ രക്ഷ നമുക്ക് നൽകി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, നമ്മെ പുതുതാക്കി തീർത്തു. ആദാമ്യ പാപത്തിലൂടെ മനുഷ്യൻ ദൈവമായിട്ട് അകന്നപ്പോൾ ഒടുക്കത്തെ ആദാകുന്ന ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. 2, അങ്ങനെ നിരപ്പ് പ്രാപിച്ച നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പുതുക്കമുള്ള തലമുറയായി മുന്നേറുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കും. ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you.